യൂണിറ്റി കപ്പിൽ തേർഡ് പ്ലേസ്ഡ് ടീമിന് വേണ്ടിയിട്ടുള്ള മത്സരവും കഴിഞ്ഞു. സിംബാബ്വെക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ മത്സരം എന്ന് പറയുന്നത്. 1-0 ഇന്ത്യ സിംബാബ്വെയോട് പരാജയപ്പെട്ടു. സിംബാബ്വെ നേടിയ ഒരു പെനാൽറ്റി ഗോളിന്റെ പുറത്താണ് സിംബാബ്വെ ഈ കളിയിൽ ജയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, യൂണിറ്റി കപ്പിന് വരുന്ന സമയത്ത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അതിജീവിച്ചുകൊണ്ടാണ് ഇത്തവണ ഇന്ത്യ കളിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 2-0 ജമൈക്കയോട് പരാജയപ്പെട്ടു. നമ്മൾ ആ ഒരു ജമൈക്കയോടുള്ള പരാജയം കണ്ട സമയത്ത് നമ്മൾ വലിയ കുഴപ്പമില്ലാത്തൊരു മത്സരമാണ് എന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ സിംബാബ്വെക്കെതിരെയുള്ള ഈ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് സിംബാബ്വെ നൈജീരിയയോട് 2-0 പരാജയപ്പെട്ടിട്ടുണ്ട്. നൈജീരിയയാണ് ചാമ്പ്യന്മാരായ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെതിരെ അത്യാവശ്യം നല്ല പ്രകടനം തന്നെയായിരുന്നു സിംബാബ്വെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സിംബാബ്വെക്കെതിരെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു തോട്ട് ഉണ്ടാക്കാൻ വേണ്ടി സിംബാബ്വെക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ ആദ്യത്തെ മത്സരത്തിന് വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ഈ കളിയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ടീമുകൾ തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, ഗ്യാപ്പ് അവിടെ വിസിബിൾ ആയിരുന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡൊമിനേഷൻ ഒന്നും സിംബാബ്വെയുടെ ഭാഗത്ത് ഇന്ത്യക്കെതിരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യ ആദ്യം മുതൽക്കേ തന്നെ എന്താ പറയുക, ബസ് പാർക്കൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് പ്രസ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സെയിം ക്വാളിറ്റിയുള്ള ടീമിനെതിരെ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമോ അതുപോലെ തന്നെയാണ് ഇന്ത്യ സിംബാബ്വെക്കെതിരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മുടെ സ്റ്റാർട്ടിംഗ് 11 എന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് 11 ഒന്നും അല്ല. നമ്മുടെ ഒരുപാട് പ്ലേയേഴ്സ് മിസ്സിംഗ് ആണ്. അത് കൺസിഡർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ പ്രകടനം ബെറ്റർ ആണ്. പക്ഷേ ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. ഒരു പെനാൽറ്റി നമ്മൾ കൺസീഡ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഫറൂഖ് ചൗധരിയുടെ ആ ഫൗൾ അനാവശ്യമായിരുന്നു. അതിലൂടെ നമുക്ക് ഒരു തോൽവി സംഭവിച്ചു. 1-0 തോൽവി തന്നെയാണ്. നമ്മൾ 4ാം സ്ഥാനത്താണ് യൂണിറ്റി കപ്പിൽ ഫിനിഷ് ചെയ്തത്. മാത്രമല്ല അടുത്ത കാലത്തൊന്നും പ്രത്യേകിച്ച് നല്ലൊരു പ്രകടനം ഇന്ത്യക്ക് പറയാനില്ല. ഇതൊരു സമനിലയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇതൊരു നല്ലൊരു ഗെയിമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമായിരുന്നു. അതിനുള്ള മരുന്ന് ഈ ഗെയിമിൽ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം അറ്റാക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ചാൻസസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്രോസ് ബാറിന് തട്ടിപ്പോയ ഒരു ചാൻസ് ഉണ്ട്. ഗോൾ കീപ്പർ സേവ് ചെയ്ത ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിക്സണ് ലഭിച്ച ഒരു നല്ലൊരു ഉഗ്രൻ ചാൻസ് ഉണ്ടായിരുന്നു. ഹെഡ് ചെയ്ത് കയറ്റാനുള്ളത് അദ്ദേഹം പുറത്തേക്ക് ഹെഡ് ചെയ്ത് കളഞ്ഞു. അത് വിത്തൗട്ട് പ്രഷർ ആയിരുന്നു ആ ചാൻസ് എന്ന് പറയുന്നത്. അതേപോലെ എഡ്മുണ്ടിന് ഒരു ജസ്റ്റ് ടാപ്പിൻ ചാൻസ് കിട്ടിയിരുന്നു. പക്ഷെ അത് കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ക്ലിയർ കട്ട് ചാൻസസ് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് കുറച്ചും കൂടി കിട്ടിയിട്ടുണ്ട്. ബോക്സിന് നിന്ന് ഒരുപാട് തവണ സിംബാബ്വെ ഇന്ത്യയെ പെനിട്രേറ്റ് ചെയ്ത് കയറി ഷോട്ട് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഡിഫൻസീവ് യൂണിറ്റ് നന്നായിട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് വേണം പറയാം. അതേസമയം മിഡ്ഫീൽഡിൽ നിന്ന് കാര്യമായിട്ടുള്ള ബോൾ പ്രോഗ്രഷൻസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ചാങ്തയുടെ വകയുള്ള അറ്റാക്കുകൾ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ക്രോസുകളൊക്കെ അത്യാവശ്യം മികച്ച് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നെ ഫസ്റ്റ് ഹാഫ് ആ ഒരു 70 മിനിറ്റ്സ് വരെ ചാങ്തെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വിക്രം പ്രതാപ് അത്ര വലിയ എഫക്റ്റീവായിട്ടും തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ അവസാനം വരെ കളിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ്സ് കോച്ചസ് ഡിസിഷൻ. ചില പ്ലേയേഴ്സ് കോച്ചസിനുണ്ടാകുന്ന കംഫർട്ടബിൾ ആണ്. ഉദാഹരണമാണ് ഫറൂഖ് ചൗധരി എന്ന് പറയുന്നത്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ലോസ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതെപ്പോഴും ഒരു വേദന തന്നെയാണ്. കാരണം കുറേ കാലമായി ഇന്ത്യക്ക് റിസൾട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഫിനിഷിങ്ങിലാണ് ഏറ്റവും വലിയ പോരായ്മകൾ സംഭവിക്കുന്നുള്ളതായിട്ട് നമുക്കറിയാം. ഇനി ഇപ്പം നമ്മളുടെ കഴിഞ്ഞ കളി കളിച്ച നമ്മളുടെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള റയാൻ വില്യംസ്, അദ്ദേഹം ഈ കളി കളിച്ചിട്ടില്ല, ഇഞ്ചുറി കാരണം. അദ്ദേഹം കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള അറ്റാക്ക് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. റയാൻ വില്യംസിനെ പോലുള്ള താരങ്ങൾ ഇനിയും ഇന്ത്യയിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. സോ ഇന്ത്യയുടെ ഈ കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഉടനെ തന്നെ അടുത്ത മാച്ചിലേക്ക് സ്വിച്ച് ചെയ്യാനുണ്ട്. ഇന്ന് ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ്. അപ്പോൾ ഓക്കെ.